പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കേസിൽ ഏറ്റവും നിർണായകമായി തന്ത്രിയിലെത്താൻ കാരണമായതും റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തകളാണ്. ആ തന്ത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് പേർ നമ്മൾ തന്നെ തന്ത്രിയുടെ ഇതിലെ ഇടപാടുകളിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. വായുവാഹനവും കൊടിമര സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നുള്ള ഇടപാടുകളെക്കുറിച്ച് റിപ്പോർട്ടർ TV ആണ് വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തുവരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നമ്പർ 4. കടകംപള്ളി, അടൂർ പ്രകാശ്, അജികുമാർ, ഇതാ വരുന്നു തന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് കുരുക്കായത് പ്രധാനമായും 3 തെളിവുകളാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സ്വർണ്ണമൊരുക്കിയ സ്മാർട്ട് ക്രിയേഷൻസുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് SIT കണ്ടെത്തി. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭണ്ഡാരിയുമായി ഈ ശബരിമലയിലെ തന്ത്രിക്ക് എന്ത് ബന്ധമാണ്, എങ്ങനെ ബന്ധമാണ് എന്നുള്ളതാണ് SIT അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമലയിലെ തന്ത്രിക്ക് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ ഭണ്ഡാരിയുമായി എന്ത് ബന്ധം, കേരളത്തിന് പുറത്തും തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നതും SIT കണ്ടെത്തി. പക്ഷെ അപ്പോഴും ED തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ നിമിഷവും ഗൂഢാലോചനയുടെ എല്ലാ ഘട്ടങ്ങളിലും തന്ത്രിയുണ്ടായെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR രേഖകളും തന്ത്രിക്കെതിരായ തെളിവുകളായി. ശ്രീരാംപുര ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്നും SIT കണ്ടെത്തി. ഹരിമോഹനുണ്ട് നിർണായകമായ വിവരങ്ങളുമായി. ഹരിമോഹൻ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. തന്ത്രി ശ്രീരാമപുര ക്ഷേത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രിയുടെ ഇടപെടലുകളുണ്ട്. 2004 മുതൽ ബംഗളൂരുവിലുള്ള ശ്രീരാമപുര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ച രാജീവ് കണ്ഠര് അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വിവരവും നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം മാത്രമല്ല, ഭണ്ഡാരിയുമായി തന്ത്രിക്കുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും SIT കണ്ടെത്തിയിരിക്കുന്നുവെന്നാണോ? തന്ത്രിക്ക് കുരുക്ക് മുറുകുകയാണോ ഹരി? അരുൺ, എന്തെങ്കിലും സംശയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന എന്നുള്ള നിലയിൽ മാത്രമോ അല്ല തന്ത്രി കണ്ഠര് രാജീവരിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ തെളിവുകൾ അത് തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ SIT ശേഖരിച്ചു കഴിഞ്ഞു. കൂടുതലായി ഇതിനകത്ത് കണ്ടെത്തേണ്ടുന്ന കാര്യങ്ങളിലേക്ക് SIT അന്വേഷണവും തുടങ്ങി, അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ. അതിൽ പ്രധാനമായിട്ടും ഇതേവരെ കണ്ടെത്തിയതിൽ വെച്ച് എടുത്തു പറയാൻ കഴിയുന്ന തെളിവുകൾ എന്ന് പറയുന്നത് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഈ പറയുന്ന 2 ആളുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതിൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസുമായി തന്ത്രിക്ക് ഏറെക്കാലമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുകയാണ്. അതിനകത്ത് ചില സംശയങ്ങൾ SITക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ചില യാത്രകൾ സംബന്ധിച്ചായിരുന്നു ആ സംശയങ്ങൾ. ആ യാത്രകൾ സ്ഥിരീകരിക്കാൻ കൂടി SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചെന്നൈ, ബാംഗ്ലൂരു ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ബംഗളൂരുവിലെ യാത്ര ശ്രീരാംപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് കരുതിയത് മാറ്റി നിർത്തിയാൽ പോലും ചെന്നൈയിലേക്ക് തന്ത്രി നിരന്തരം യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് തന്ത്രിയോട് ഇന്നലെ ചോദിച്ചറിഞ്ഞു. അല്ലെങ്കിൽ തന്ത്രിയോട് ആ ചോദ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ചില ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശ്രീരാംപുര ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം തന്ത്രിക്കാണ്. അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. പക്ഷേ അവിടെ വെച്ച് അവർ തമ്മിലുള്ള ഒരു പരിചയപ്പെടൽ മാത്രമല്ല നടക്കുന്നത്. ശ്രീരാംപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടപാടുകൾ കൂടി തന്ത്രിയുടെ പേരിൽ അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട SIT ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നു. മാത്രമല്ല, കേരളത്തിന് പുറത്തും തന്ത്രി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും അക്കൗണ്ട് വഴി അല്ലാതെ ചില ഇടപാടുകൾ കൂടി തന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ SITക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കേരളത്തിൽ ഉള്ള ചില ഇടപാടുകൾ കൂടാതെ ഇവിടെയുള്ള ഈ സ്വത്ത് സമ്പാദനമൊക്കെ കൂടാതെ തന്നെ കേരളത്തിന് പുറത്തും സമാനമായ രീതിയിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ആരുമായിട്ടാണ്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ CDR രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ SIT ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. അരുൺ. ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ തന്ത്രിക്കും കുരുക്കായി മാറുകയാണ്. SIT ചില തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 9:30 ആവുന്നു. നമുക്ക് അരമണിക്കൂറോടെ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എത്തും. തലസ്ഥാനത്ത് വാർത്തകളിലേക്ക് പോകണം. ഒപ്പം സ്വർണ്ണക്കൊള്ളയിലെ നിർണായകമായ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്.